രാത്രിയിൽ നമ്മുടെ എപ്പിസോഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ലൈവില് ഇവർ 3 പേര്, അതായത് പൊട്ട ഗേൾസ് എന്ന് പറയുന്ന നമ്മുടെ അനുമോള്, ആദില, നൂറ. പക്ഷെ ഇതിനകത്ത് ഇവർ 3 പേര് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമേ പറയുക. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ആഴ്ച ആദിലയുടെ ക്യാരക്ടർ പെട്ടെന്നൊന്ന് മാറിയപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയ ഇറിറ്റേഷൻ, ഒരു നെഗറ്റീവ് അടിച്ചു. ഒരു പക്ഷേ ആദില ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം ആദിലയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ ആദില, നൂറ അവർ രണ്ടുപേരും ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വലിയ വലിയ ഇഷ്യൂസ് ഉണ്ട്. ഈ പറയുന്ന അനുമോളുടെ ഐഡിയോളജി, അനുമോളുടെ മെന്റാലിറ്റി ഒന്നും തനിക്ക് ഓക്കെ അല്ല എന്ന് ആദില ലാലേട്ടനോട് ഇന്നലത്തെ ദിവസം എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റ സെന്റൻസിൽ നൈസായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ, അനുമോളെ പേഴ്സണലി ഈ പറയുന്ന ആദിലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന ഹോമോഫോബിക് ആണ് അനുമോള് എന്ന ഒരു പേടി ആദിലയ്ക്കുണ്ട്. അതായത് താനിപ്പോ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നു, അനുമോളും ആദിലയൊക്കെ ഇങ്ങനെ ഒരു സൗഹൃദത്തിലേക്ക് വന്നതുകൊണ്ട് കൂട്ടുകൂടുന്നു. അല്ലാതെ പക്ഷം അനുമോളെ പോലെ ഒരു വ്യക്തിയെ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ആദിലയ്ക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ പറയുന്ന ആദില രേണുസുതി വന്ന സമയത്ത് ഞാൻ കരുതിയത് രേണുസുതി എടുത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്നാണ്. പക്ഷെ രേണുസുതിയായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. എന്തുകൊണ്ടാണ് രേണുസുതി എടുത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, ആദില എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആകാൻ സാധ്യത എന്ന് ഞാൻ ജഡ്ജ് ചെയ്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ആദില വ്ലോഗ് ഒക്കെ ചെയ്യുമ്പോൾ രേണുസുതിക്ക് എതിരെ കുറെ അധികം, അതായത് രേണുസുതിയെ നെഗറ്റീവ് ആക്കി കുറെ വീഡിയോസ് വരുന്ന കൂട്ടത്തിൽ ആദിലയും അത്തരത്തിൽ വീഡിയോ ഇടുന്ന ഒരാളായിരുന്നു. അപ്പോൾ ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേക്കും രേണുസുതിക്കെതിരെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു കഴിവ്, ഒരു തന്റെ ഇടം ഒക്കെ ആദില കാണിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. രേണുസുതി ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ ഇടയിൽ ഇത്രയും ഹീറോയിനായിട്ടൊക്കെ നിൽക്കുന്നു എങ്കിലും ശരിക്കും ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും രേണുസുതി വളരെ പാവമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ആദിലയ്ക്കും അത് ഫീൽ ചെയ്തതുകൊണ്ടായിരിക്കാം ആദില ആ കാര്യത്തിൽ അവിടെ കുറച്ചൊന്ന് മാറിയാണ് നിന്നത്. ഇതേ കാര്യം തന്നെയാണ് അനുമോളുടെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയത്. റിയാസ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി എഗെയിൻ ഓർത്തു, അയ്യോ ഞാനൊരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്നതാണ്, ഈ അനുമോളെ പോലുള്ള വ്യക്തികളൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് എതിരാണ്. അപ്പൊ ആ അനുമോളൊന്നും നമ്മളെ കുറിച്ചൊന്നും സംസാരിക്കാൻ പോലോ നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊന്നും പറയാൻ പോലും അറിവില്ലാത്ത, ഇവിടെ നിന്നും അത് പറയാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് എന്ന് ഒരു പക്ഷെ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം കഴിഞ്ഞ ആഴ്ച അനുമോളുടെ അടുത്ത് കുറച്ചധികം ഒരു ഇരട്ടത്താപ്പിലോട്ട് പോയത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച അത് ആദില മാറ്റി പിടിച്ചോ, അനുമോളുമായിട്ട് വീണ്ടും ടൈപ്പ് ആയോ, ഇനി കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ജെനുവിൻ ആണോ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ആദിലയുടെ ഒരു ഭാഗമാണ് ഞാനിപ്പോ പറഞ്ഞത്. ആദില എന്തുകൊണ്ടാണ് അനുമോളെടുത്ത് ഒരു എന്താ പറയുക ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ബാക്ക് സ്റ്റാറിങ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം, അതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ ഇന്നലെ രാത്രി ആ ഒരു ലൈവിൽ നടന്ന ഒരു കോൺവെർസേഷൻ അക്ബറിനെ കുറിച്ചായിരുന്നു. അക്ബറിനെ കുറിച്ച് ഈ അനുമോള് ചുമ്മാ അവിടെ ഇവിടെയും പോയി ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ് അനുമോൾക്ക് അവസാനം പണി കിട്ടാൻ പോകുന്നത് കേട്ടോ. കാരണം ഇരുന്ന് സംസാരിച്ചത് വലിയ പ്രശ്നമാവുകയാണെങ്കിൽ ആദില അത് ഉറപ്പായിട്ടും എടുത്തെവിടെയെങ്കിലും പറയുകയും ചെയ്യും. അത് അവസാനം വീക്കെൻഡിൽ വരുമ്പോൾ ലാലേട്ടൻ ചോദിക്കുകയും ചെയ്യും. കാരണം പറഞ്ഞിരിക്കുന്നത് അക്ബറിനെ കുറിച്ചാണ്. അക്ബറിന് അവിടെ എന്തോ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസിനകത്ത് അക്ബറിനെ കുറച്ച് ഫേവറേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, അക്ബർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന് അനുമോൾക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബറിന്റെ കൂടെ ഷോ ചെയ്തിട്ടുള്ള ഒരുപാട് പേരെടുത്ത് അനുമോള് അക്ബറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അക്ബറിനെ കുറിച്ച് കൂടുതൽ കിട്ടിയ കാര്യങ്ങളൊക്കെ നെഗറ്റീവാണ്. ആള് ഭയങ്കര ഈഗോയാണ്, ആൾക്ക് ഭയങ്കര അസൂയയാണ്, ഭയങ്കര ഇമോഷണലി നമ്മളെ അങ്ങ് തകർക്കാനൊക്കെ ശ്രമിക്കും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ കേട്ട കാര്യമായിട്ട് അനുമോള് ആദിലെടുത്ത് നൂറെടുത്തും പറഞ്ഞു കൊടുക്കുകയാണ്. അത് വേറെ ആരെടുത്തും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് അനുമോള് പറയുന്നുണ്ട്. അനുമോളുടെ ഒരു വലിയ പ്രശ്നം അതാണ്. ഞാനിത് വലിയ രഹസ്യമായിട്ട് നിങ്ങളടുത്ത് പറയുകയാണ്, ഞാനിതിവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ 72 ക്യാമറകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ അനുമോൾ ഇത് പറയുന്നത്. എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ആദിലൊക്കെ കൈമലർത്തും, അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് അനുഭവിക്കുകയും ചെയ്യും. ഈ ആദില ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അനുമോൾ ഇത് പറയുമ്പോൾ ആദില കേട്ടിട്ട് പിന്നെയും കുത്തി ചോദിക്കുക, എന്തുവാ പറഞ്ഞേ, ആരൊക്കെയാ പറഞ്ഞേ, എല്ലാരും അങ്ങനെയാണോ പറഞ്ഞേ, ഓ ഭയങ്കര ഇമോഷണലി നമ്മളെയൊക്കെ തകർക്കുന്ന ആളാണ് കേട്ടോ എന്നൊക്കെ ആദില അഗെയിൻ ഇട്ടുകൂട്ടി വീണ്ടും ആഡ് ചെയ്ത് പറയുകയാണ്. അപ്പം ഈ ഒരാഴ്ചയായിട്ട് അനുമോള് അക്ബറിന്റെ അടുത്ത് കുറച്ചൊന്ന് ഓക്കെ ആയിട്ടൊക്കെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഫുഡൊക്കെ കുറച്ച് കൂടുതൽ അക്ബറിന് താൻ കൊടുത്തു എന്ന് അനുമോള് പറയുമ്പോൾ ആദില പറയുന്നുണ്ട്,
അങ്ങനെ നീ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി എന്ത് ചെയ്താലും ശരി അക്ബർ ഇങ്ങനെയൊക്കെ പെരുമാറത്തോള്, അതിന്റെ പേര് ഒരു നന്ദിയൊന്നും പ്രതീക്ഷിക്കേണ്ട, ആൾ ഇങ്ങനെയാണ്, അതിന് പകരം ആ സാബുമാനും എല്ലാം കൊടുക്ക് ഫുഡ് എന്നൊക്കെ ആദില പറയുകയാണ്. പക്ഷേ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആദില ഈ പറഞ്ഞത് ഉൾപ്പെടെ അനുമോളാണ് പറഞ്ഞതെന്ന് പെട്ടെന്ന് കയറി പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതായാലും ശരി അനുമോള് ഇങ്ങനെ സംസാരിക്കുന്നത് അത്ര നല്ലതല്ല. ഏതായാലും നിങ്ങളിത് ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തോന്നിയൊരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയുക. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല, പക്ഷെ അനുമോള് ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്ന് ഇപ്പോൾ അക്ബറിനെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചപ്പോൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ അക്ബറിനെ കുറിച്ച് നെഗറ്റീവ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിനെ പറയുന്ന ആ ഒരു കഥ പറയുന്ന ഒരു രീതി കുറച്ച് എക്സാജറേറ്റഡ് ആണ്. ആളുടെ കുറച്ച് ഇന്നസെൻസ് ഒക്കെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനകത്തുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ആദില എടുത്ത് പറയുമ്പോൾ ആദില പിന്നൊരു വട്ടം ഇത് നെഗറ്റീവായിട്ട് അനുമോൾക്കെതിരെ കൊണ്ടുവരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.